എന്റെ പേര് സരിത എന്നാണ്. ഞാൻ പടമോളാണ് താമസിക്കുന്നത്. യുനെസാറിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും റിസൾട്ട് ഇപ്പോ സാർ ഒരു വാദസംബന്ധമായിട്ടുള്ള ഒരു റിസൾട്ടുകൾ പറഞ്ഞല്ലോ. എനിക്കും കിട്ടിയത് ഇതിന് തന്നെയുള്ളൊരു റിസൾട്ടാണ്. ഏകദേശം ഒരു 18 വർഷത്തോളം ഞാൻ മെഡിസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. സന്ധിവാതം വന്നിട്ട് പിന്നീടാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് യൂസാർ തരാനിടയായത്. അതൊരു മെഡിസിൻ ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ പ്രോഡക്റ്റ് കിട്ടിയ ടൈം മുതൽ ഞാൻ മെഡിസിൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ 3 വർഷത്തോളമായിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ 3 വർഷമായിട്ടും ഒരു പനിക്ക് പോലും ഞാനൊരു മെഡിസിൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്, വെയിറ്റിന്റെ ഇതിലൊക്കെ. അപ്പൊ അതേപോലത്തെ നല്ല ഇതിലും 3.5 ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് നേരിട്ട് തന്നെ അറിയുന്നവർക്കൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇത്രയും മാറ്റങ്ങൾ എനിക്ക് വന്നു. ഇപ്പൊ യാതൊരു പ്രശ്നമില്ല ജോയിന്റ് പെയിൻ. കാരണം ഞാൻ കിടന്നു പോയതാണ് അസുഖം വന്നിട്ട്. 18 വർഷം മെഡിസിൻ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ തളർന്ന് കിടന്നു പോയതാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഞാൻ മാറിയതാണ്. അപ്പൊ അതിൽ നിന്നും ഈ പ്രോഡക്റ്റ് തന്നെയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വന്നത് എന്ന് തീർച്ചയായിട്ടും പറയാം എനിക്ക്. അതുപോലെ ഒത്തിരി പേർക്ക് കൊടുത്ത റിസൾട്ട് ഉണ്ട്. പിന്നെ ഞാൻ എന്റെ വീട് അങ്കമാലിയാണ്. ശരിക്കും വീട് അങ്കമാലിയാണ്, ഹസ്ബൻഡിന്റെ വീടാണ് ഇവിടെ. അപ്പൊ അങ്കമാലിയിൽ നമ്മുടെ എന്റെ ഒരു ബന്ധുവിന് ആമവാദത്തിന്റെ കംപ്ലൈന്റ് ആണ്. അത് എന്നേലും മുമ്പേ തുടങ്ങിയ അസുഖമാണ്. അപ്പൊ ആ ചേച്ചിക്കും എനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ചേച്ചിക്കും അതുപോലെ തന്നെയാണ് ഒരു ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതിനിപ്പോഴും പക്ഷെ അത്രയ്ക്കാണ് മാറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ റിസൾട്ട് പറഞ്ഞപ്പോഴും അവർ മേടിക്കാൻ തയ്യാറായില്ല. കാരണം എന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. 18 വർഷം മെഡിസിൻ കഴിച്ചിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഈ സ്ഥാനം കൊണ്ട് തരുമ്പോ ഇതിലൂടെ ഒരു മാറ്റം വരുന്ന നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അപ്പൊ ആ ചേച്ചിയും അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ എന്തോ വേദനയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളൊക്കെ പറയും വേദന ഇല്ലെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു എന്ന്. പറ്റില്ലേ? ഓരോ അസുഖത്തിനും ഓരോരോ ഇത് തന്നെയാണ്. ഇത് ഭയങ്കര വേദനയാണ്. നമുക്ക് ഒരാൾ തൊടാൻ പറ്റില്ല. ഒരാളുടെ അടുത്തേക്ക് എന്താ പറയാ, നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത് പോലും എനിക്ക് പേടിയായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആ ചേച്ചിയും ഇപ്പൊ അതിൽ കടന്നു പോകായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചേച്ചി പ്രോഡക്റ്റ് എന്റെ മേടിച്ചത്. അപ്പൊ എന്നിട്ടും കുറച്ച് അപ്പൊ എനിക്ക് ഒരു ഇതുണ്ട്, നമ്മൾക്ക് ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു കാരണം. അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റാതെയാവും. കാരണം ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പൊ ഞാനിതുകൊണ്ട് കൊടുത്തിട്ട് ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ വഴി പോകാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം എനിക്ക് അമ്മയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ചേച്ചിമാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ലല്ലോ. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി പറയണമെന്ന് പറയുള്ളൂ. ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ആ ചേച്ചിക്ക് ചെറിയൊരു മാറ്റമെങ്കിലും വരണേ ദൈവമേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും അവിടേക്ക് പോവാറ്. ഇന്ന ചേച്ചിനെ കാണുമ്പോ എന്തെങ്കിലും ഒരു മാറ്റം എന്നോട് പറയണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോണത്. അപ്പൊ ഇപ്പൊ ഏകദേശം 7 മാസത്തോളമായി കൊടുത്തിട്ട്. അത് കഴിഞ്ഞ പിന്നെ അക്യുപഞ്ചറൊക്കെ അത് ഭയങ്കര വേദനയാണ്. ഞാൻ മെഡിസിൻ ചേച്ചി നിർത്തരുത്, നമുക്കൊരു റിസൾട്ട് കിട്ടുന്നവരെ മെഡിസിൻ നിർത്തരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് കൊടുത്തത്. അങ്ങനെ പുള്ളിക്കാരി പക്ഷെ ഇടയ്ക്കൊക്കെ നിർത്തി. പക്ഷെ പുള്ളിക്കാരിക്ക് വേദന ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയി മെഡിസിൻ മേടിച്ചു എന്നൊക്കെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയാന്ന്. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 7 മാസത്തിനുള്ളില് ഒരു റിസൾട്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിളിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. അങ്ങനെ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച 1-ാം തീയതി ആയിരുന്നല്ലോ. അപ്പൊ 1-ാം തീയതി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തില് പൂജയുണ്ട്. അപ്പൊ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി അവിടെ അമ്പലത്തില് തൊഴുവാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തില് അപ്പൊ ഞാൻ കാണാറില്ല പുറത്ത്. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ വെച്ച് ചേച്ചിനെ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പിടിച്ച് ആ ചേച്ചീനെ എങ്ങനെയും കൊണ്ടുപോകണമെങ്കിൽ ആ ചേട്ടൻ വണ്ടിയില് എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുവരാൻ. ആ ചേച്ചി വീട്ടിൽ നിന്ന് നടന്ന് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ ഞാൻ അവിടെ നിന്ന് ഭഗവതിയോട് ഭയങ്കരമായിട്ടാണ് പ്രാർത്ഥിച്ചു പോയി എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, നമ്മുടെ ബന്ധുക്കളും കൂടി ആയി കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ പൈസ മേടിച്ചു കൊടുന്നു, പറ്റിച്ചു എന്നുള്ളൊരു പറച്ചിലവിടെ ടോക്ക് വന്നാ തീർന്നു. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഭഗവതിനെ അങ്ങോട്ട് വിളിച്ചു പോയി എന്നുള്ളതാണ് അവിടെ നിന്ന്. പിന്നെ ചേച്ചിയോട് സംസാരിച്ച് ചേച്ചി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പുള്ളിക്കാരത്തി ഒരു മനസ്സോടെയാണ് അത് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭാവം കണ്ടപ്പോ എനിക്ക് ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. എങ്ങനെ നിന്ന ചേച്ചിയാണ് ഇപ്പൊ എങ്ങനെയാണ് വന്നേക്കുന്നത്. എന്നാലും അവർ സമ്മതിക്കാനായിട്ട്, പുറമേ ഉള്ളൊരു വ്യക്തിയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ചേച്ചി തീർച്ചയായിട്ടും അത് സമ്മതിച്ചിട്ടേ പറയുള്ളൂ എനിക്ക് ആ പ്രൊഡക്റ്റിൽ കൂടെ മാറ്റം വന്നുട്ടോന്ന്. പക്ഷെ അത് ഏകദേശം 20-22 വർഷത്തോളമായിട്ടുണ്ട് ആ ചേച്ചിക്ക് അസുഖം.
അപ്പൊ ഇപ്പൊ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇതായിട്ടില്ലെങ്കിൽ പോലും ആ നടന്ന അമ്പലത്തിൽ വരാനുള്ള ഒരു ഇതിലേക്ക് മാറി. എനിക്ക് അത് കണ്ടപ്പോഴാണ് ഭയങ്കര ആശ്വാസം കിട്ടിയത്. അതുപോലെ അവിടെ തന്നെ വെരിക്കോസിന് ഞങ്ങളുടെ ഒരു കസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിക്കും റിസൾട്ട് കിട്ടി. ആ ചേച്ചിക്ക് അതിനേലുപരി ഹസ്ബൻഡിനാണ് റിസൾട്ട് കിട്ടിയത്. പുള്ളിയും ഇത് ഉപയോഗിച്ച് പുള്ളിക്ക് ഭയങ്കര ഉള്ളി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, മരം വെട്ടാനൊക്കെ പോണ വ്യക്തിയായിരുന്നു. പക്ഷെ ഉള്ളില് ഭയങ്കര ടോക്സിൻസ് ഒക്കെ അരിഞ്ഞാറ്റി പൊടിയൊക്കെ. പക്ഷെ പുള്ളിക്ക് അപ്പൊ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്തു. ആൾക്ക് ഒരു പ്രശ്നമില്ലാണ്ടിരുന്ന മനുഷ്യനാണ്, ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്തു. അപ്പൊ തന്നെ ചേച്ചി എന്നെ വിളിച്ച്, എടി ചേട്ടന് ഇങ്ങനെ ഭയങ്കര ഛർദിയാണല്ലോ, ഇത് ഉപയോഗിച്ചിട്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല, ജോലിക്ക് പോകാൻ പറ്റൂലേ എന്നൊക്കെ ഇങ്ങനെ. ചേച്ചി കുഴപ്പമില്ല, ചേട്ടന് ഉള്ളിൽ നിന്നുള്ള ടോക്സിനൊക്കെ പുറത്തു പോവാൻ വേണ്ടി ഛർദിക്കണതാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുറെ പ്രാവശ്യം ഛർദിച്ചു, കുറെ കഫം പോയി എന്നൊക്കെ പിന്നെ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ചേട്ടന് ഓക്കെ ആയി, കുഴപ്പമില്ല, പണിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോഴും ആ ചേട്ടൻ ഈ വെള്ളം കൊണ്ടാ ജോലിക്ക് പോകുന്നത്. അപ്പൊ അവിടെ പോയപ്പോ ജോലി സ്ഥലത്ത് ഉള്ള ആൾക്കാർ ഈ വെള്ളം എടുത്ത് കുടിച്ചു. അപ്പൊ അവർക്കും എന്തോ ഒരു ഇത് ഫീൽ ചെയ്തു. അപ്പൊ പറയാ, ഇത് എന്ത് സാധന ഈ കൊണ്ടുവന്നേക്കണേ, ഞാൻ അത് കുടിച്ചിട്ട് നല്ലതായിരുന്നല്ലോ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ആൾക്കാരിൽ നിന്ന് ആ റിസൾട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര, പുറമേ ഉള്ളവർ പറയുന്നത് പോലെയല്ല, ഇവരൊരു നെഗറ്റീവ് ടോക്ക് അടിച്ചാല് നമ്മുടെ ആ ഭാഗം ഒരു 10-50 വീട് ഞങ്ങളുടെ ഒരു ഫാമിലി തന്നെയാണ്. അവര് കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ച് കളയും. പിന്നെ എന്നെ കാണുന്നത് ചെകുത്താനെ കാണുന്ന പോലെ ആയിരിക്കും. ഞാൻ അതിലെ വണ്ടി വെച്ചിട്ടുണ്ടോ കാണുന്നത്. അപ്പൊ അത്രയും നല്ല റിസൾട്ടുകൾ എനിക്ക് കിട്ടി. ഞാനിത് ഈ ചേച്ചിയുടെ റിസൾട്ട് കിട്ടിയത് ശരിക്കും ഞാൻ സാറിന്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറഞ്ഞത് ഇതാണ്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എനിക്കത് കിട്ടിയത്. അപ്പൊ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എന്തായാലും സാവജേഷ് സാറിനും എത്തിച്ചു തന്ന ലീഡറിനും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അത്രയും നല്ല പ്രോഡക്റ്റ് നമ്മളെല്ലാവരിലേക്കും എത്തിക്കുക. ഞാനും അതിനുള്ള ശ്രമത്തിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു.